പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ പെരുമ്പറയടിക്കുന്ന ഖുറാഫി പണ്ഡിതന്മാരുടെ ചില ക്ലിപ്പിങ്ങുകൾ നിങ്ങൾ തുടക്കത്തിൽ കാണുക. ഞാൻ പറഞ്ഞു വന്നത്, ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും പ്രത്യേകിച്ച് കേരളക്കാരായ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾക്ക് അതിന്റെ എല്ലാം പ്രതിഫലവും അതിന്റെ എല്ലാ സ്വഭാവവും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാണ്. ഇത് ഞങ്ങളെ ആഘോഷമാണ്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഞങ്ങളെ കാലമാണ്. ഞങ്ങളെ മുശ്രിക്കാക്കിയതിന്റെ തിക്തഫലം അല്ലാഹു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ. എന്താ നിങ്ങൾ കേട്ടത്? നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരു കുബൂരി പണ്ഡിതന്റെ ക്ലിപ്പിംഗ് ഞങ്ങൾ കേട്ട്. ഇനി മുതൽ ഞങ്ങളുടെ കാലമാണ്. ഇനി മുതൽ ഏത് മുതൽ? 2002 മുതൽ ജിന്ന് വിവാദം തുടങ്ങിയ മുതലാ? അല്ല, ബാക്കി ഭാഗം കേട്ട മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷം ഇനി ഞങ്ങളുടെ കാലാണ്. എല്ലാരും അടിവരണം. സക്കറിയ സ്വലാഹിയോ അബ്ദുൽ ജബ്ബാർ മൗലവിയോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത കാലമല്ല. മുജാഹിദ് 2002 ഓഗസ്റ്റ് 12 മുതൽ നിങ്ങൾ ആലോചിക്കണം. ഷബാബിൽ 23 ഓഗസ്റ്റ് 23 ഷബാബിൽ എഴുതി, അന്ധവിശ്വാസത്തിലേക്ക്, ജിന്നുബാധയിലേക്കും സീർബാധയിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അന്ന് പിരിഞ്ഞുപോയ ഉടനെ മടവൂരികൾ പ്രഖ്യാപിച്ചു, മടവൂർ വിഭാഗം പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിക്കണം, അന്ന് മുതൽ ഈ മൂവാറ്റുപുഴ വാദപ്രതിവാദം നടക്കുന്നവരെ സമസ്തക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ ഒരു കാലം കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. മൂവാറ്റുപുഴ സംവാദത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇല്ല, മൂവാറ്റുപുഴ സംവാദത്തിൽ സക്കറിയ സ്വലാഹി ഇല്ല. നിങ്ങൾ അറിയണം, ഫൈസൽ മുസ്ലിയാർ ഇല്ല. നിങ്ങൾ അറിയണം, പണ്ഡിതന്മാരില്ല. നിങ്ങൾ അറിയണം. എന്താ പറഞ്ഞത് ഹസനി? ഇനി ഞങ്ങളുടെ കാലമാണ്. നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കിയതിന്റെ തിക്തഫലം അനുഭവിക്കുകയാണ്. ആർക്കും ഒരു ബേജാറും വേണ്ട. സമസ്തക്കാരായ ആളുകളിൽ ശിർക്കുണ്ട് എന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, പ്രമാണപരമായി തെളിയിച്ചിട്ടുണ്ട്, ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്, ഹദീസുകളെ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കിതാബുകൾ വായിച്ച് തെളിയിച്ചിട്ടുണ്ട്, വാദപ്രതിവാദങ്ങളിൽ നിങ്ങളെ മുട്ടുമടക്കിച്ചിട്ടുണ്ട്, ഇടമുട്ടത്ത് വെച്ച് നിങ്ങൾ ഇടക്ക് മുട്ടിപ്പോയിട്ടുണ്ട്, മണ്ണാർക്കാട് വെച്ച് നിങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതിന്നും അതെ. നിങ്ങൾ ആലോചിക്കണം, എന്താ പറയുന്നത്? ഇനി ഞങ്ങളുടെ കാലമാണ്, ഇനി ഞങ്ങളുടെ ആഹ്ലാദത്തിന്റെ കാലമാണ്. അതെ, ഏത് മുതൽ? മൂവാറ്റുപുഴ വാദപ്രതിവാദം നടന്ന മുതൽ. എന്നാ മണ്ണാർക്കാട് ഒരു വാദപ്രതിവാദം നടന്നിരുന്നല്ലോ, സക്കറിയ സ്വലാഹിയുടെ. ആ ഭാഗം നിങ്ങൾ പ്രസിദ്ധമാണ്. അത് നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. കേട്ടിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനും നിങ്ങളോട് ചിലത് വിശദീകരിക്കാനുണ്ട്. ആ ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക്, ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, യുഎസ്എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം കേട്ടും, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുൽ വരിയെന്നുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി യഗീസുനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ, നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ
സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദിയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി സുനി എന്ന്. വിളിച്ചു പറയുന്നത് ഒരിടത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത മറുഭാഗം ഈ നൗഷാദ് അഹ്സനിയുടെ ഒക്കെ ഗുരുനാഥന്മാർ അലവി സക്കാഫിയും സുലൈമാൻ സക്കാഫിയും എത്രയോ മുഖാമുഖങ്ങൾ നടത്തി മുജാഹിദുകൾക്കെതിരെ ഞങ്ങൾ വൻ വിജയം നേടി എന്ന് കളവ് പ്രചരിപ്പിച്ചവരാണ്. ഞാൻ ഈ ക്ലിപ്പിംഗ് ഇപ്പോഴത്തെ എന്തിനറിയാം നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സുലൈമാൻ സക്കാഫി മാടിയേക്കൽ മണ്ണാർക്കാട് സംവാദം ആഹ്ലാദിച്ചോ? ഇനി ഞങ്ങളുടെ കാലമാണ് എന്നവര് ക്ലിപ്പിംഗ് ഇട്ടോ. പിന്നെ ഇനി ഞങ്ങളുടെ കാലമാണ് എന്ന് പറഞ്ഞ ഒരു പ്രകമ്പനം കൊള്ളിച്ചോ കേരളത്തിൽ? ഇപ്പൊ അവർക്കുള്ള ആഹ്ലാദം മണ്ണാർക്കാട് സംവാദത്തിൽ ഉണ്ടായോ? ഉസങ്കടിയിലെ സംവാദത്തിൽ ഉണ്ടായോ? ഇടമുട്ടത്തെ സംവാദത്തിൽ ഉണ്ടായോ? ഉണ്ടായില്ല. കാരണം എന്തറിയോ? കണ്ണിൽ എണ്ണ ഒഴിച്ചവർ കാത്തിരിക്കുന്നു. കുറെ കാലമായി മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നവരെയാണ് മുജാഹിദുകൾ എന്ന വാദത്തിന് രേഖ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങളെ മുശ്രിക്കാക്കുന്നവരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞു നോക്കുമല്ലാതെ ഒരു തെളിവുണ്ടായിട്ടില്ല. കാഫിറാക്കലും മുശ്രിക്കാക്കലും നിങ്ങളെ പണിയാണ് എന്നാണ് ഉസങ്കടി വാദപ്രതിവാദത്തിൽ ഈ മൂവാറ്റുപുഴയിൽ പ്രസംഗിച്ച നേതാവ് എന്ത് ചെയ്തത്? അന്ന് അവർക്ക് അങ്ങോട്ട് തിരിച്ച് ഗോളടിച്ചു കൊടുത്ത്. ഏത് നമ്മുടെ നേരെ അവർ ഗോളടിച്ചപ്പോ അതില്ല എന്ന് തെളിയിക്കാനാ അന്ന് പറഞ്ഞു. അന്ന് വിജയക്കൊടി നാട്ടി അന്നത്തെ പേരോടിന്റെ മുഖം നിങ്ങൾ മറന്നിട്ടുണ്ടോ? നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അന്നത്തെ പേരോടിന്റെ മുഖം അല്ലേ? അന്ന് ഈ പറഞ്ഞ മൂവാറ്റുപുഴയിൽ പങ്കെടുത്ത ആളിനല്ലേ പങ്കെടുത്തത്? ഇനി അഹ്സനിയുടെ അടുത്ത ഭാഗം ഒന്ന് കേട്ടോളി. ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ഇത് തൗഹീദ് അചഞ്ചലമാണെന്ന് ഞങ്ങളെ ക്യാമ്പയിൻ കേരളത്തിൽ കഴിയുന്നതോട് ഈമാനുള്ള ഒരൊറ്റാളും വഹാബിയിൽ ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്ങനെ തൗഹീദ് അചഞ്ചലമാ? ഞങ്ങളൊന്ന് ആഹ്ലാദിക്കട്ടെ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രസംഗം സമസ്തയിൽ ആർക്കെങ്കിലും, മുജാഹിദ് പ്രസ്ഥാനത്തെ ഇന്ന് വരെ നയിച്ച നേതാക്കന്മാരാരെങ്കിലും സമസ്തക്കാർക്ക് ഇങ്ങനെ ആഹ്ലാദിക്കാൻ അവസരം കൊടുത്തോ? എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരോട് ഞാൻ ചോദിച്ചോട്ടെ, അവർക്ക് വേണ്ടി വാദിക്കുന്നവരോട്, ന്യായീകരിക്കുന്നവരോട്, ഫയലുകളുമായി നടക്കുന്നവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടല്ല നൗഷാദ് ആനന്ദിക്കുന്നത്? അല്ല. ആരുടെ പ്രവർത്തനം കൊണ്ടാണ് നൗഷാദ് അഹ്സനി ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും? ആരുടെ പ്രവർത്തനം കൊണ്ടാ? സക്കരിയ സുലൈയുടെ പ്രവർത്തനം കൊണ്ടാണോ? അബ്ദുൽ ജബ്ബാർ വലിയുടെ പ്രവർത്തനം കൊണ്ടാണോ? ജിന്നൂരികൾ എന്ന് ആക്ഷേപ സ്വരത്തിൽ മടവൂരികൾ വിളിച്ചതും ആ വിളി നിങ്ങൾ ശരിവെച്ചതും അക്കാര്യത്തിൽ മടവൂരികളെ നിങ്ങൾ സന്തോഷിപ്പിച്ചതുമായ ആളുകളെ ആരാണ് നൗഷാദ് അഹ്സനിയെ പോലെയുള്ള ആളുകൾക്ക് ഇത്ര സന്തോഷിക്കാൻ കാറൂനോട് പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ, പുളകം കൊല്ലണ്ട. മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത സക്കരിയ സുലൈ മരിച്ചിട്ടില്ല, ജബ്ബാർ വലി മരിച്ചിട്ടില്ല, അന്നത്തെ പണ്ഡിത കേസരികൾ മരിച്ചിട്ടില്ല, തൗഹീദ് തിരിഞ്ഞവർ മരിച്ചിട്ടില്ല, ശിർക്കറിയുന്നവർ മരിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇവരെ ഓർത്ത് സന്തോഷിക്കുക. എന്താ ശിർക്കാകുക എന്ന് പഠിക്കാത്ത ഇമാമുമാര് ശിർക്കിലല്ല എന്ന് പോലുമുള്ള പ്രാഥമിക ഇൽമില്ലാത്തവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് ആനന്ദിക്കാൻ അവസരമുണ്ടാക്കി എന്ന് വരാം. പക്ഷെ ഞങ്ങളാരും ഇവിടുന്ന് പ്രത്യക്ഷമായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ മൂവാറ്റുപുഴയിൽ എന്താ നൗഷാദ് അഹ്സനിയുടെ ആഹ്ലാദോ? ഒരു പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ജബ്ബാർ മൗലവിയെ മുശ്രിക്കാക്കി കിട്ടിയതിന്റെ ആഹ്ലാദവും സന്തോഷവും അഹ്സനി പങ്കുവെക്കുന്നത് തുടർന്ന് നിങ്ങൾ കാണുക. അടുത്ത ചോദ്യം ഏത്? മൂവാറ്റുപുഴയിലെ രണ്ടാമത്തെ ചോദ്യം. അല്ല കായക്കുടി, നിങ്ങളെ നേതാവായ ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നു ശിർക്കല്ല, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ആ ചോദ്യം കേട്ടു. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി,
എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ ഇല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മണിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാ നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാണ് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയും. ഇതായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം. എന്താ കായക്കുടിന്റെ മറുപടി എന്നറിയോ? ഒരു മടിയുമില്ലാതെ അയാൾ പറഞ്ഞു, അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. അതായത് സമസ്തക്കാര് പോലും ഒരു മടിയുമില്ലാതെ അയാൾ പറഞ്ഞു കളഞ്ഞു എന്നാണ്. കാരണം സമസ്തക്കാര് ഈ വിഷയത്തിൽ നമ്മളോട് എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും മുജാഹിദുകൾ കൃത്യ സ്റ്റാൻഡിലാണെന്ന് അവർക്കറിയാം. അവരൊരിക്കലും പ്രതീക്ഷയിൽ ഒരു മുജാഹിദിൽ നിന്ന് ഉണ്ടാവുന്നു. കാരണം പൂർവികരായ ഒരു മുജാഹിദ് പണ്ഡിതന്മാരും ഇങ്ങനൊരവസ്ഥയിൽ ആരെയും മുശ്രിക്കാക്കി പറഞ്ഞിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ സാന്ദർഭികമായിട്ട്. ഒരു മന്ത്രിനെ മുശ്രിക്കും കാഫിറും ആക്കി തെറ്റായി പോയി എന്നിട്ടാണല്ലോ എന്നെ പിടിച്ച് പുറത്തിട്ട്. ഇനി മനസ്സിലാകാത്തൊരു സംഗതി എന്താ അറിയുന്നത്? ഞാൻ അപ്പൊ തന്നെ തിരുത്തിയ കാര്യം. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനത് അപ്പൊ തിരുത്തി. മനുഷ്യ സഹജമായ ഒരു തെറ്റ് വന്നു. മാത്രമല്ല ഈ ഒരു കാര്യം, അതായത് ഇതിനു മുമ്പ് ഇങ്ങനെ നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ, അത് ശിർക്കാണ്, അത് കുഫ്റാണെന്ന് പറയും. എന്നെ വ്യക്തിയെ പ്രത്യേകം എടുത്തിട്ട് കാഫിർ മുശ്രിക്ക് എന്ന് എനിക്ക് പറ്റിപ്പോയി. ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, ആ മന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പ്രശ്നവും കാരണം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്നെ പുറത്താക്കിയതിനു ശേഷം മുമ്പ് അറിഞ്ഞു തന്നെ. അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഞാൻ വ്യക്തി കേന്ദ്രീകൃത ചർച്ചയ്ക്ക് തയ്യാറല്ല. പക്ഷേ ഗൗരവമായി ഇന്ന് തയ്യാറല്ല എന്നർത്ഥം. ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട അറിയോ, മമ്പറം ദർഗയെ പോയിട്ട് ആ മമ്പറത്തെ ഷെയ്ഖിനെ വിളിച്ച ശിർക്കല്ല എന്ന് മുജാഹിദ് ഉസ്താദിന്റെ അഭിപ്രായം ഇല്ലല്ലോ. ഇവർക്കുണ്ടോ എനിക്കറിയില്ല. ഈ മുക്കൂട്ട് മുന്നണിക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ശിർക്കാണെന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് എതിരഭിപ്രായം ഉണ്ടോ? വ്യക്തമായ ശിർക്കാണ് ചെയ്തതെന്ന് അറിഞ്ഞ ഒരാളെ പറ്റി ഞാൻ വിമർശിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അത് ശിർക്കാണെന്ന് അദ്ദേഹത്തോട് വേറൊരാൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവരല്ലേ പറയണ്ടത്? പൊന്നാട് അണിയിക്കപ്പെട്ടവരും അല്ലാത്തവരൊക്കെ വരെ കൂട്ടത്തിലല്ലേ ഉള്ളത്. ഞങ്ങളാ ചെയ്ത ശിർക്കാന്നോര് പറയണ്ടേ? പറഞ്ഞില്ല. ഞാൻ ആത്മാർത്ഥമായി എനിക്ക് ഇതിൽ തോന്നേണ്ടറിയോ, ഞാൻ ഇന്നെന്ന രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചു, അതുകൊണ്ടാ പുറത്തു നോക്കിയത്. എന്താ വിമർശിച്ചത്? അത് നിങ്ങൾ ആരും ചോദിച്ചില്ല ഇതുവരെ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രി നമുക്കൊരു സ്ഥാപനം അനുവദിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ മുശ്രിക്കായി മരിച്ചോട്ടെ എന്ന് ഒരു ഈമാനുള്ളവർ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ പറയും. ഒരു വകുപ്പ് മന്ത്രി കുഫറും ശിർക്കും ചെയ്താൽ അത് പഠിപ്പിച്ചു കൊടുക്കാതെ കുഫർ ചെയ്താൽ മണ്ഡലി ശിർക്ക് നമുക്ക് സ്ഥാപനം കിട്ടണം എന്ന് വിചാരിച്ചാൽ അതെന്ത് പരലോകമോക്ഷ സങ്കല്പ? ഇവിടെ ഏത് ടീമിലെ തെറ്റുകളും മുജാഹിദ് പ്രബോധകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ സമീപനം. ഏത് കാലഘട്ടത്തിലും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പൊ എന്താണ്, ഒരു ശിർക്ക് ചെയ്തു എന്ന് ഉറപ്പുള്ളവനെ പോലും മുശ്രിക്കാണെന്ന് പറയരുത്. അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ സെൽഫികളുടെ മാതൃക എല്ലാറിട്ടാണ് എന്നെ പിടിച്ചു പുറത്തിട്ട്.
എന്നാലോ നല്ല പക്കാ മുവഹിദുകളെ മുശ്രിക്കാക്കി ഇരുന്നിട്ട് അതിന് ചോറും ചായയും നിന്ന് കുടിച്ച് AC കാറിൽ കയറിപ്പോയവനോ CD ടവറിൽ കടക്കട്ട് കൊടുക്കുക. എന്താ ഇത്? ഏത് നീതിയായത്? ഏത് മതായത്? ഏത് സംഘടനാ വൈഭവായത്? ആലോചിക്കണങ്ങളെ അല്ലെ? അപ്പൊ എന്തിനാ ഹസനി സന്തോഷിച്ചത്? എന്തിനാ ഹസനിക്ക് ഈ ആഹ്ലാദം? ഹസനി പറയാണ്, അയാൾ ഒരു മടിയുമില്ലാതെ പറഞ്ഞു കളഞ്ഞു, ഞെട്ടലുണ്ടാക്കി, അവർക്ക് പോലും ഞെട്ടലുണ്ടാക്കി. പിന്നെ നമ്മുടെ കഴിയും. എന്നിട്ട് എന്തുണ്ടായത്? തുടർന്ന് കേൾക്കി. ജബ്ബാർ പണ്ടേ മുശ്രിക്കായിരുന്നത്രേ. അതിന് സെൻസിംഗ് പത്രത്തിന്റെ ഉദ്ധരണിയോട് കൂടെയാണ് അയാൾ പറഞ്ഞപ്പോ നമ്മളെ സദസ്സ് തക്ബീർ ചൊല്ലി. അപ്പോൾ ചോദിച്ചു, എന്താ തക്ബീർ തൊഴിലാളികളെ? ഇന്നലെ കോടം പോയ വന്നു നോക്കും, മുജാഹിദികളെ തക്ബീർ ചൊല്ല ആദ്യം തന്നെ ഒരുങ്ങി വന്നിനി. മാറ്റങ്ങളുണ്ട്, ശരിയാക്കി തരാ, ഇരിക്കട്ടെ. പണ്ടേ മുശ്രിക്കാന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ ആഘോഷിക്കുന്ന ഭാഗം ഞങ്ങൾ പറയില്ലാന്നല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് തിരിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കേട്ടോ? ഈ സെൻസിങ് പ്രത്യേകതയുള്ള സെൻസിങ് ആണ്. അതിന്റെ പ്രാധാന്യവും പോരിശയും ഫളായിലും പറയണം. എന്താ ഫളായില്? ഞങ്ങള് അബ്ദുൽ ജബ്ബാർ മൗലവിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും മുശ്രിക്കാക്കി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേ ഞങ്ങൾ പറഞ്ഞ അവര് മുശ്രിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്താ തുടക്കത്ത് പറയുന്നത്? ഞങ്ങൾ പറയില്ല എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അതെ, ഈമാനുള്ളവരും ലോകമറിഞ്ഞവരും അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അറിയുന്ന സമസ്തക്കാരും വിചാരിച്ചു നിങ്ങൾ പറയില്ല, നിങ്ങൾക്ക് അങ്ങനെ തൊലിക്കെട്ടുണ്ടാവൂല. പക്ഷേ നിങ്ങൾ ചിലരാൽ നയിക്കപ്പെട്ടപ്പോ നിങ്ങൾക്ക് പറയേണ്ടി വന്നു ജബ്ബാർ മൗലവി മുശ്രിക്കാണെന്ന്. ഹനീഫ് കായക്കൂടി തുടർന്ന് പറഞ്ഞു എന്നല്ലേ ഇവിടെ പറഞ്ഞത്? ഞാനല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ നോക്കുക, ഹസനിയല്ലേ പറഞ്ഞത്? നിങ്ങൾ ആലോചിക്കണം. തുടർന്ന് നിങ്ങൾ ബാക്കി ഭാഗങ്ങൾക്കും ജബ്ബാർ മൗലവിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും മുശ്രിക്കാന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സമസ്തക്കാർ ആഹ്ലാദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സക്കറിയ സ്വലാഹി യാ ഇബാദല്ലാഹി നൂനി എന്ന ദുർബല ഹദീസിന്റെ അവസ്ഥകൾ വിശദീകരിച്ചിട്ട് സമസ്തക്കാർക്ക് ആഹ്ലാദിക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല, നിരാശയായിരുന്നു. അവിടെ ഇവിടുത്തെ ശത്രു പ്രസ്ഥാനങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വകുപ്പുകൾ കൊടുക്കാതെ മാന്യമായി പ്രബോധനം ചെയ്ത സക്കറിയ സ്വലാഹിയാണല്ലേ നിങ്ങൾക്ക് ബേജാറായത്? മറിച്ച് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഇനി ഞങ്ങളുടെ കാലമാണ്, ഇനി ഞങ്ങൾ ഇത് പറയട്ടെ, ഞങ്ങളുടെ വിജയത്തിന്റെ കാലമാണ്, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ആഹ്ലാദത്തിന്റെ കാലമാണ് എന്ന് സമസ്തക്കാർക്ക് സന്തോഷിക്കാൻ ആരാ വകുപ്പ് നൽകിയത്? ചിന്നൂരികളാണോ? ആണോ? അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചവരാണോ? ആണോ? ആരാ ഉണ്ടാക്കിയത്? നിങ്ങളാണ്. അതല്ലേ? അതുകൊണ്ടല്ലേ ജാമിഅ നബവിയിലെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത KNMന്റെ കൗൺസിൽ CD മടവൂരികളെ കയ്യിൽ കൃത്യമായി പ്ലാനിങ്ങോടെ റെക്കോർഡ് ചെയ്ത് കൊടുത്ത നേതാവ് ഇന്നതിന്റെ നേതാവായത് അല്ലേ? മറക്കാൻ കഴിയുമോ? ശത്രുക്കളുടെ കൈകളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ നിന്ദിക്കുന്ന മടവൂരികൾ ഇന്ന് വരെ വാദിച്ചിട്ട് ക്ലിക്ക് ചെയ്യാത്ത കാര്യത്തിൽ നേതാക്കന്മാർ അവരോടൊപ്പം ചേർന്ന് മുജാഹിദുകളെ വേദനിപ്പിച്ചു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മുജാഹിദുകളെ വേദനിക്കുകയായിരുന്നു. ഈ വിഭാഗം ആളുകളുടെ ഈ ടീമിന്റെ പ്രവർത്തനം കൊണ്ട് സമസ്ത സന്തോഷിച്ചു, ജമാഅത്തെ ഇസ്ലാമി സന്തോഷിച്ചു, മടവൂരികൾ സന്തോഷിച്ചു. പക്ഷേ മുജാഹിദുകൾ ദുഃഖിച്ചു. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്നെ മറന്നോളൂ, പക്ഷേ ഈ വാചകങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ഓർക്കണം. തുടർന്ന് ബാക്കി കേൾക്കട്ടെ.
അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്, ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. നല്ല മട്ടായി. ജബ്ബാർ മുസ്ലിക്ക് അതോടൊപ്പം സക്കരിയൊക്കെ പോയി ആളാവാദത്തിലാ. സക്കരിയ സലായും കായക്കുടിയും ഒരുമിച്ചിരുന്ന് ഒരുപാട് കാലം നമുക്കെതിരെ പടപൊരുതിയില്ലേ? ഇനി കൊണ്ടുപോവാ സക്കരിയ. കായക്കൊടിയോട് പറഞ്ഞു, കായക്കൊടിക്കാരാ, ജബ്ബാർ മൗലവിയല്ലേ നമുക്ക് സംവാദത്തിന് നേതൃത്വം നൽകിയത്? ആ ജബ്ബാറിനെ മുശ്രിക്കാക്കിയില്ലേ നിങ്ങൾ? എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? മൂവാറ്റുപുഴയിൽ പോയിട്ട് ഉളുപ്പില്ലാതെ മുശ്രിക്കാക്കിയത് എന്തിനാ? മൂവാറ്റുപുഴയിൽ പോയിട്ട് ഉടുപ്പില്ലാതെ മുശ്രിക്കാക്കിയത് എന്തിനാ? ഹേയ്, ആലോചിക്കണം നിങ്ങളെ. എവിടെ എത്തിച്ച്, എവിടെ കൊണ്ടുപോയി കെട്ടി? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ശരിക്കാലോചിക്കണം. എന്നിട്ടോ ആ മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത് വിഷയം അവതരിപ്പിച്ച ആളാണ് ലബ്ബാദാരിമി, നൂറുദ്ദീൻ ലബ്ബാദാരിമി. കിതാബുകളിൽ ആഴമേറിയ അറിവുള്ള പണ്ഡിത കേസരിയാണ് അദ്ദേഹം. പ്രായവും പക്വതയുമുള്ള മനുഷ്യനാണ് അദ്ദേഹം. ആ മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നതിന്റെ തലേ ദിവസം ഈ യുവപ്രബോധകരോട്, ഈ എടുത്തുചാട്ടക്കാരോട് അദ്ദേഹം പക്വതയോടുകൂടി പറഞ്ഞു, എന്ത്? യാ ഇബാദല്ലാഹ് അഗീനൂനി എന്ന ഹദീസ് അവർ ചർച്ചക്ക് കൊണ്ടുവരും, ഷുവർ. പക്ഷേ നിങ്ങൾ അന്ന് മണ്ണാർക്കാട് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി, അവർക്ക് ആയുധം കൊടുക്കരുത് എന്ന് പക്വതയുള്ളവർ പറഞ്ഞിട്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ട് കേൾക്കാത്തവർ നമ്മളാണത്രേ. ആണോ? ആണോ? ഞങ്ങളാണോ? ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ആദർശപരമായി എന്ത് പോറലേൽപ്പിച്ചു? ഞങ്ങൾ പോറലേൽപ്പിച്ചത് നിങ്ങളുടെ മുക്കൂട്ട് മുന്നണിയുടെ, നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളുടെ ഈ രൂപത്തിലുള്ള സംഘടനാ ആദർശ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചവർക്കെതിരെ അവരുടെ അടിവേരറുക്കുന്ന പ്രവർത്തനം ചെയ്തു എന്നതല്ലാതെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എന്ത് ആരോപിക്കാനുണ്ട്? ഞങ്ങളുടെ ക്ലിപ്പിംഗ് ഇട്ടിവിടെ ആരും ആനന്ദിച്ചിട്ടില്ല. നിങ്ങൾ പറയും ഒരുപക്ഷെ ഈ പ്രസംഗിക്കുന്ന എന്റെ ക്ലിപ്പിംഗ് സമസ്ത ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഓരോ ക്ലിപ്പിങ്ങിനും ഓരോ ഖുറാഫി മുജാഹിദുമായിട്ടുണ്ട്. ഓരോ ക്ലിപ്പിംഗ് ഇട്ട് മറുഭാഗം കളിപ്പിച്ചപ്പോ ആ ക്ലിപ്പിംഗ് ഇട്ടവരിൽ വരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? തെറ്റിദ്ധാരണ. ഇതൊക്കെ ഒറിജിനൽ അല്ലേ? ഇതൊക്കെ ഇവിടെ ലൈവായിട്ട് കിട്ടുകയല്ലേ? ക്ലിയർ ആയിട്ട് നമ്മൾ കാണല്ലേ? ആഹ്ലാദങ്ങൾക്ക് അവസരം കൊടുത്തത് തിരുവനന്തപുരത്തുനിന്ന് 2 ഗ്രാമം മുജാഹിദായി, സുന്നിയായി എന്ന് പറഞ്ഞപ്പോ അതും സക്കരിയ മൗലവിയുടെ തലയിൽ വെച്ച് കെട്ടിയ നിങ്ങൾ എന്ത് പാപഭാരവുമായിട്ടാണ് പടച്ചോനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്? എന്നിട്ടോ ആ ലബ്ബാദാരിമി പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കി. സംവാദത്തിന് വന്ന അതിന്റെ തലേ ദിവസം ഹനീഫും അനസും കൂടി വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ജിന്ന് സിഹർ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മണ്ണാർക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി. ആ ഹദീസ് ലഈഫാണ്, അത് ഹുജ്ജത്തിന് പറ്റൂല. നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ സഹീഹായ ഹദീസ് ഉദ്ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത്. ഇത് ഹദീസ് ലഈഫാണ് എന്ന് അവിടെ മറുപടി പറയുകയും, അപ്പോ അവര് ആ ഹദീസ് സഹീഹാണെന്ന ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോ അന്ന് അവിടെ പറഞ്ഞ മറുപടി, സക്കരിയ സലാഹി പറഞ്ഞ മറുപടി, അത് സഹീഹാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല. കാരണം അവിടെ ലൈസ ബിഹാ അനീസുൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി, മനുഷ്യരില്ല. അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം. ഈ മറുപടിയാണെന്ന് പറഞ്ഞത്. ആ മറുപടി അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവർ തൊട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു. സക്കരിയ സ്വലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും
പ്രചരിപ്പിക്കുന്നതും അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ ഹദീസ് ശിർക്കാണോ, ഹദീസ് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട. കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറലേൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. കാരണം ഈ പ്രസ്ഥാനത്തെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്നിവിടെ ഇല്ല. ആദർശം, ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ്, ആ ആദർശം ഇവിടെ ജനങ്ങളോട് പറയാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ അർഹതയുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ ബാധ്യത സുഗമമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്, നിലനിൽക്കേണ്ടതുണ്ട്. ഒരു ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, സുന്നി പ്രസ്ഥാനത്തിൽ ജീവിച്ച് ശിർക്കിന്റെ പ്രചാരകനായി എത്രയോ വർഷം ജീവിച്ച ഒരാളാണ് ബഹുമാന്യനായ ലബ്ബാദാരിമി. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. അദ്ദേഹം പണ്ഡിതനായത് കൊണ്ട് തന്നെ ലോക സലഫി പണ്ഡിതന്മാരുടെ ചർച്ച അദ്ദേഹം ശ്രദ്ധിച്ചു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്ക്, ലൈസ ബിഹാ അനീസുൻ, അവിടെ മനുഷ്യരില്ല, അതുകൊണ്ട് തന്നെ അവിടെ മലക്കോ ജിന്നോ ആയിരിക്കാം എന്ന് പണ്ഡിത ലോകം അതിന് ചർച്ച നടത്തി. അതുകൊണ്ട് തന്നെ അതിൽ ശിർക്കില്ല എന്ന് ലോക സലഫി പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പറയല്ലേ യാ ഇബാദല്ലാഹ് ഈനൂനി എന്നതിൽ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് വന്നൊരു പണ്ഡിതൻ സക്കരിയ സുലായിയുടെ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബുഖാരി ഇമാമിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഒരു ഗുണത്തെ കുറിച്ചുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇമാം ബുഖാരിക്കെതിരെ ശബ്ദിച്ചവരും ബുഖാരിയെക്കെതിരെ കള്ളാരോപണം ഉന്നയിച്ചവരും ലോകത്ത് ഫേമസ് ആയോ? ഇല്ല. ഇമാം ബുഖാരി ഫേമസ് ആയി. ഇമാം ബുഖാരി ഫേമസ് ആയി. അതേ, ആർക്കെതിരെ നിങ്ങൾ ആരോപണം പറഞ്ഞുവോ അവർ ജനമനസ്സുകളിൽ ജീവിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെതിരെ ആരൊക്കെ കുതിര കയറിയോ അവർ ലോകത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നമ്രൂദ് കാലഹരണപ്പെട്ടു പോയി, ഫിറൗന് കാലഹരണപ്പെട്ടു പോയി, ഹാമാൻ കാലഹരണപ്പെട്ടു പോയി, അബൂജഹൽ കാലഹരണപ്പെട്ടു പോയി. സത്യത്തിന്റെ വക്താക്കൾക്ക് നേരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, കാലം കുറെ മുന്നോട്ട് പോയാൽ അവർ ജനമനസ്സുകളിൽ ജീവിക്കും, ഉറപ്പാണ്. കണ്ടോ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. മാത്രവുമല്ല, ഒരു പോറല് പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏൽക്കാൻ പാടില്ല. ലബ്ബാദാരിമിയുടെ വാക്കുകളാണ്. നമ്മളല്ലാതെ ദീന് പറയാൻ ഒരാളില്ല. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ശിർക്കിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. സമസ്തക്കാർ മനുഷ്യരെ ശിർക്കിലേക്ക് നയിക്കുന്നു. ഇവിടെ നമ്മൾ വളരെ പ്രധാനമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യം പറഞ്ഞതിന് ശേഷം നൗഷാദ് അഹ്സനി അദ്ദേഹത്തോട് ചോദിക്കുന്ന കാര്യം, അദ്ദേഹം സംവാദത്തെ പിളർപ്പിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ തുടക്കമായി ഈ നേരത്തെ പറഞ്ഞ മൂവാറ്റുപുഴയിൽ പങ്കെടുത്ത ഈ കായക്കൊടിക്കാരൻ പണ്ഡിതനുണ്ടല്ലോ, അയാളുടെ പ്രഖ്യാപനത്തിന് ശേഷം നൗഷാദ് അഹ്സനി പറയുന്ന വാക്കുകൾ ഒരു മുജാഹിദിന് വേദനയോടെ, എന്നാൽ ആദർശമുള്ള മുജാഹിദിന് അതിനെ കൃത്യമായി തള്ളിക്കളയാൻ കഴിയും. ആ ഭാഗം നിങ്ങൾ കേൾക്കൂ. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളുടെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനുഭവം നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചെന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നടത്തം? നിങ്ങൾ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുവഹിദുണ്ട് പറയണം ജനങ്ങളോട്. കണ്ടോ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്. മണ്ണാർക്കാട് സംവാദത്തെ ഓർത്ത് ഏതെങ്കിലും അലവിയോ സുലൈമാനോ പറഞ്ഞോ അൽഹംദുലില്ലാഹ്? ഉസങ്കടിയിൽ പകച്ചു നിന്ന പേരോടിന്റെ മുഖം നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? മണ്ണാർക്കാട് സംവാദത്തിൽ സമിതിയത് തകർന്നടിയുകയും അതോടുകൂടി സുലൈമാൻ സഖാഫി സുന്നി കളത്തിൽ നിന്ന് നിഷ്കാസിതമാകുകയും ചെയ്തത് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ഇവിടെ എല്ലാ വെള്ളിക്കെട്ടനും മൂർഖൻ പാമ്പിന്റെ ശൗര്യ മൂവാറ്റുപുഴ വാദപ്രതിവാ നടന്നപ്പോ ചേരക്ക് പോലും വിശപ്പക്കാണ്. ഖുറാഫികളിലെ ആലോചിച്ചു നോക്കണം നിങ്ങൾ. ആരെ പിളർപ്പിന്റെ തുടക്കമാണ്. എന്തുകൊണ്ട് മുവഹിദുകളെ മുശ്രിക്കാക്കുക വഴി നിങ്ങൾക്കിടയിൽ പഠിച്ച പണ്ഡിതന്മാരെ അത് അനുവദിക്കില്ല. ഇതൊരു പിളർപ്പിന്റെ കാരണമാകുമെന്ന് നൗഷാദ് അഹ്സനി പറയുന്നു. ആരാധന അവസരം കൊടുത്തത് പറ. ആരാണ് ഇവിടുത്തെ ജിന്നൂരികളാണോ? ഇവിടുത്തെ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നവരാണോ?
ആരാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രസംഗം കേൾക്കുന്നവരോട്? നിങ്ങൾക്കെതിരല്ല ഇത്, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നിങ്ങളെ വഞ്ചിക്കുകയാണ്. മാത്രവുമല്ല നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ വാദപ്രതിവാദങ്ങളുടെ ക്ലിപ്പിങ്ങിന് സമയമില്ലാത്തത് കൊണ്ടാണ് നൗഷാദ് അഹ്സനി അവിടെ നിന്ന് തന്നെ പറഞ്ഞു, ജനങ്ങളെ, നാളിതുവരെ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി ഇവർ എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിരുന്നില്ല. ലോക മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഇനി എന്റെ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ച മുജാഹിദുകളെ, വേദനിക്കുന്ന മുജാഹിദുകളെ, നമുക്കൊന്നും ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം, കെ എം മൗലവി നയിച്ച മുജാഹിദ് പ്രസ്ഥാനം, അതുപോലെ കെ പി മുഹമ്മദ് മൗലവി നയിച്ച മുജാഹിദ് പ്രസ്ഥാനം, ഉമർ മൗലവി നയിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കോക്കസ് ലീഡറാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇപ്പോഴുള്ള ഈ വലണ്ടിയർ കോറ സ്വഭാവമുള്ള ഈ തിട്ടൂരമുണ്ടല്ലോ, അവരായി പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് നമ്മളല്ലേ. എന്തുണ്ടായി? നൗഷാദ് അഹ്സനി പറഞ്ഞു, ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന നിങ്ങൾ ഇപ്പോൾ ലോക ഇമാമിങ്ങളെയും മുശ്രിക്കാക്കില്ലേ? അത് ചോദിച്ചിട്ട് പിന്നീട് കേരളത്തിൽ ഉണ്ടായത് എന്തറിയോ? കഴിഞ്ഞ ദിവസം പേരോട് തിരുവനന്തപുരത്ത് വന്നു, നൈനാർ പാർക്കിൽ പ്രസംഗിച്ചു. എന്നിട്ട് അവർ ഓരോ പ്രദേശങ്ങളിൽ അവർ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ഇവർ ലോക ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള നമ്മളെ മുശ്രിക്കാക്കി ഇവർ മടിക്കോ? അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷൗക്കാനി, ഇമാം നവവി ഒക്കെ ശിർക്ക് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ലോക ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യോ കൂട്ടരെ? അവർ ചെയ്ത പണിയാണ് നമ്മൾ ചെയ്യുന്നത്. മൊയ്തീൻ ഷെയ്ഖിനോട് തേടൽ, മമ്പറന്നങ്ങളോട് തേടൽ. അതുകൊണ്ട് നിങ്ങളതിൽ ഉറച്ചുന്നോളീൻ. അപ്പൊ മൂവാറ്റുപുഴ സംവാദം കൊണ്ട് മുശ്രിക്കുകൾ ശിർക്ക് തന്നെ ഉറച്ചിക്കുകയാണോ ചെയ്തത്? തൗഹീദിലേക്ക് വരികയാണോ ചെയ്തത്? വിവരമുള്ളവർ ചിന്തിക്കും. മുജാഹിദുകളുടെ കൂട്ടത്തിൽ അത് ചോർന്നു പോകാതെ സംരക്ഷിച്ചവർ ചിന്തിക്കും. ഈ മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിലൂടെ സുന്നികൾക്ക് കൂടുതൽ, സമസ്തക്കാർക്ക് കൂടുതൽ ആളുകളെ ശിർക്കിൽ ഉറപ്പിച്ചിരുത്താൻ കഴിയുകയാണോ ചെയ്യുക? അല്ല കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണോ ചെയ്യുക ഇവരുടെ വാദപ്രതിവാദം കൊണ്ട്? നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ഈ കൊണ്ടോട്ടിയിൽ ഇന്ന് ഈ ചോദ്യം ഉണ്ടല്ലോ, അത് നെഞ്ചകത്ത് നിങ്ങൾ സൂക്ഷിക്കണം. ആരാ ആഹ്ലാദത്തിന് അവസരം കൊടുത്തത്? മാത്രമല്ല, അഹ്സനിയ രംഗത്ത് കുറെ ആഹ്ലാദങ്ങൾ. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, മുജാഹിദ് പ്രസ്ഥാനം തകർന്നു, മുജാഹിദ് പ്രസ്ഥാനം തരിപ്പണമായി എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കി. മുജാഹിദിന്റെ തൗഹീദ് ആകെ ഇനി പറയാൻ ഡിക്ഷണറിയിൽ വാക്കുകളില്ലാത്ത രൂപത്തിൽ തകർന്നിരിക്കുന്നു. കാരണം അവരെന്നെ ഉണ്ടാക്കിയതാണ് ഇക്കാലം വരെ. എന്ത് അദൃശ്യ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ, ആ സഹായം പാടില്ല. ഇപ്പൊ അവർ തന്നെ അത് പൊളിച്ചു. അപ്പോ മുജാഹിദുകളെ, നിങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. കാരണം ഈ തൗഹീദ് ഏതായിരുന്നു? മനുഷ്യന്മാരെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണെന്ന വാദം, അതുപോലെ മറഞ്ഞ വഴിയിലൂടെ സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന വാദം, അത് പറഞ്ഞിട്ടാണ് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കരുത്, മമ്പറത്ത് തങ്ങളെ വിളിക്കരുത്, അത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്, പുലമ്പിയിരുന്നത്. ഇല്ല, ഇനി നിങ്ങൾക്കതിന്റെ അധികാരമില്ല. കാരണം മറഞ്ഞ വഴിയിലൂടെ സഹായം തേടാമെന്നും അത് ശിർക്കല്ല എന്നും നിങ്ങളുടെ ജബ്ബാർ മൗലവിയും സക്കരിയ സ്വലാഹിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെയാണ് ജിന്ന് എന്ന വിഷയം പൂർണ്ണമാകുന്നത്. സഹോദരങ്ങളെ, എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മുജാഹിദ് പ്രബോധകരായ ആളുകൾക്കും ഇനി ഞങ്ങൾ എങ്ങനെയാ തൗഹീദ് പറയാ എന്തോന്നുണ്ടാവും? നമ്മളുടെ സലഫി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച തൗഹീദിൽ ഒരു ഭംഗവും വന്നിട്ടില്ല, ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. അന്ന് നമുക്ക് എന്തൊക്കെ ശിർക്കാണോ അത് നമുക്ക് ഇന്ന് ശിർക്കാണ്, അന്ന് എന്തൊക്കെ ശിർക്കല്ലയോ അതൊന്നും നമുക്കിപ്പോഴും ശിർക്കല്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവർക്കാണോ ഇനി വാദപ്രതിവാദത്തിൽ കൂടുതൽ പങ്കെടുക്കാൻ കഴിയുക? അതല്ല ജബ്ബാർ മൗലവിക്കും സലാഹിക്കും അതുപോലുള്ള ആളുകൾക്കോ? കാരണം 2004 പറഞ്ഞ മറുപടി തന്നെ അവരിപ്പോൾ ഉള്ളത്. അതിൽ ഉറച്ചു നിന്നാ മതി എന്നാണ് ലബ്ബാദാരിമിയെ പോലെയുള്ളവർ പറയുന്നത്. അവിടെയാ നമ്മളുള്ളത്. അപ്പൊ നമുക്ക് വാദപ്രതിവാദത്തിന് യാതൊരു മടി ഉണ്ടാവില്ല. അമ്ന് നഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്വലാഹിക്ക് എന്നൊക്കെയാണല്ലോ ഇവിടെ ആരോപണം. യഥാർത്ഥത്തിൽ അതെല്ലാം വിദണ്ഡവാദങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ നമ്മുടെ 2 സമ്മേളനങ്ങൾ ചരിത്രത്തിൽ തുല്യമുണ്ടോ? നമ്മൾ നടത്തിയ ക്യാമ്പയിനുകൾ, മടവൂരികൾ എന്തൊക്കെ പ്രചരിപ്പിച്ചു, എന്തൊക്കെ നിങ്ങൾക്കറിയാലോ. നമ്മൾ 2002 ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ എന്തുണ്ടായി നിങ്ങൾക്കറിയാം. പിന്നെ 2002 ഓഗസ്റ്റ് 23
ശബാബ് നവയാഥാസ്ഥികത്വത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തി എന്ന് പറഞ്ഞ് കണ്ണേറും സീറും ഇതുപോലുള്ള വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ അന്ധവിശ്വാസികളാണെന്ന് അന്ന് പറഞ്ഞു നോക്കി. എന്തെങ്കിലും ക്ലിക്ക് ചെയ്തോ? അവരാരെങ്കിലും ശ്രദ്ധിച്ചോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുപടികളിലൂടെ മലവെള്ളപ്പാച്ചിൽ ഒളിച്ചുപോയില്ലേ? ക്ലിക്ക് ചെയ്തില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ശാരന്മാരെ ഇതിലേക്ക് അയച്ചു. വിജയിച്ചില്ലേ? മടവൂരിസം വിജയിച്ചില്ലേ ആ കാര്യത്തിൽ? പക്ഷേ അന്നും അവരുടെ ഏതേത് നടപടിക്രമങ്ങളെയും തിരിച്ചറിഞ്ഞ ചുണക്കുട്ടികളായ സെലഫികളെ കുറിച്ചും കിതാബിനെ കുറിച്ചും ലോകത്തെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും പഠിച്ച മദീന യൂണിവേഴ്സിറ്റികളിലും പരിസരങ്ങളിലും അതുപോലെ പല സ്ഥാപനങ്ങളിലും പഠിച്ച മഹാപണ്ഡിത കേസരികൾ അത് തിരിച്ചറിഞ്ഞു. അവരെ കുട്ടിമൗലൈമാരെന്ന് ആക്ഷേപിക്കാനല്ലാതെ അവർ പകർന്നു തന്ന ഇൽമിന്റെ ആഴമറിയാൻ, ഇൽമ് തിരിച്ചറിയാനും വേണം മനുഷ്യരെ. ഒരു ഇൽമുള്ളവരെ തിരിച്ചറിയാനും വേണം ഒരു ഇൽമ്. ഇൽമുള്ളവരെ കൊണ്ടുനടക്കുന്നവർ, ഇൽമുള്ളവർക്കെതിരെ പടപൊരുതുന്നവർ, ദുൽമുള്ളവരെ അംഗീകരിക്കുന്നവർ ഗൗരവമായി ആലോചിക്കണം. അവർ ചിന്തിക്കണം. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായത് എനിക്കറിയോ? ആകപ്പാടെ പ്രശ്നം സക്കരിയ സ്വലാഹിയാണ്. അത് പുറത്താക്കിയാലേ ടിപിക്കും മേപ്പിക്കും തൗഹീദ് പറയാനുള്ള ബാധ്യത ഉള്ളൂ. ഞാനല്ലോ പറഞ്ഞു. മടവൂരി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മടവൂരി പറയാണെന്ത്? സക്കരിയ സ്വലാഹിയെയും കൂട്ടരെയും പുറത്താക്കിയാലേ നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ള ബാധ്യത. ആ ചെങ്ങായിന്റെ വാക്ക് കേട്ടിട്ട് നടപ്പാക്കി കൊടുത്തവരെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങൾ ശരിക്കും ചിന്തിക്ക്. ആ ചങ്ങായി തന്നെ ജീവിതത്തിൽ അവനെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ അധികമായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓനെ മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിനും നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അവന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഓൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച് പ്രസംഗിച്ചൊരു വയൽ കേട്ടോ? ഓൻ ഫറൂഖ് റൗദത്തുൽ ഉലൂമിൽ മാച്ചായി ജോയിൻ ചെയ്ത ദിവസമായിരുന്നു ആ കാലം. അപ്പൊ ആരെ തൃപ്തിപ്പെടുത്തണോ? മടവൂരിനെ തൃപ്തിപ്പെടുത്തണോ? അന്ന് മുതൽ കുത്തിക്കുറിച്ച് സലാം സുല്ലമി കൊടുത്ത കുറുപ്പായിട്ട് കടകളെ നിറഞ്ഞിരുന്ന ചെങ്ങായി. ഈ ചെങ്ങായി ലോക ചരിത്രത്തിൽ ഒറ്റ സത്യം പറഞ്ഞു. അതെന്താ അറിയോ? ഓൻ പ്രസംഗിച്ചിട്ട് ഒരു ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഞമ്മക്ക് ഇന്ന് പ്രശ്നത്തിന്, നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രശ്നത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരാളില്ലേ, അയാളെ പറ്റിയുള്ള ഒരു പരാമർശം. അതെന്താ അറിയോ? ആ വ്യക്തി ഒറ്റക്കിരുന്നാൽ, അരമണിക്കൂർ ഒറ്റക്കിരുന്നാൽ അയാളെ തന്നെ പുലർത്തുന്നു. പിളർപ്പ് നടക്കാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അത് മാത്രം ആ ചെങ്ങായി പറഞ്ഞ സത്യം. അത് വലിയൊരു സത്യമാണ്. അതാ സത്യം. ആ സത്യം അയാൾ നമ്മൾ അംഗീകരിച്ചു. ഈ ചെങ്ങായി പറയണെന്ന്, നിങ്ങൾക്ക് കേരള നദുബത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറിമാർക്ക് തൗഹീദ് അറിയാനുള്ള അവകാശമല്ല. അപ്പൊ നമ്മളെ നേതാക്കന്മാർ ചെറുക്ക ചെങ്ങായി പറഞ്ഞു ഉണ്ടായല്ലേ, അതുകൊണ്ട് വേഗം ഒന്ന് ഔട്ടാക്കുന്നേ. അങ്ങനെ 1, 2, 3, 4 നണ്ണി അക്കട്ടിട്ട് ദുനിയാവിൽ എല്ലാരും ചെയ്ത തെറ്റൊരാളെ തലയിൽ. മനസ്സിലായില്ലേ? ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ അലി ബാക്കി അച്ചങ്ങായി കേട്ടല്ലോ. ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ. ഞങ്ങൾ ടിപിക്കും ഏപ്പിക്കൂല്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ പറഞ്ഞ ആളാരാ? സക്കരിയ സ്വലാഹിനെയും ടീമിനെയും. ആ ടീം ആരാന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ആ ടീം ആരാന്ന് ഓല് പറഞ്ഞ ടീം. കാരണം എന്താണെന്നറിയോ? ഈ സക്കരിയ സ്വലാഹിനോട് മടവൂരിയൊക്കെ ഉള്ള ദേഷ്യം എന്താ അറിയാം നിങ്ങൾക്ക്? അതിനെപ്പറ്റി നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? സക്കരിയ സ്വലാഹി മടവൂരികൾക്കെതിരെ പുസ്തകം എഴുതി. ഏതൊക്കെ പുസ്തകങ്ങള്? മടവൂരികൾ പിളർന്നു പോയതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനവും ലോക സെലഫികളും എന്ന MI മുഹമ്മദ് അലി പുസ്തകം എഴുതിയപ്പോ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് താത്വികമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാനറിൽ പുസ്തകം എഴുതി. പിളർപ്പന്മാരുടെ കൃതിയിൽ ജിന്നസീർ വിഷയങ്ങൾ ആധികാരികമായി എഴുതി. ഒരു നിലക്കും തലങ്ങും ബലങ്ങും വിടാതെ ആദർശത്തിന്റെ ഭൂമികയിൽ പിടിച്ചു കെട്ടി ആ യുവപ്രബോധകൻ. അതുകൊണ്ട് അവർക്ക് എന്തും ദേശീയായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? അതങ്ങനെ നോക്കണ്ടേ? ഇവിടെ എന്താ ഫലത്തിൽ നടക്കുന്നത്? മടവൂരികളുടെ മുഴുവൻ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കാൻ ഒരു KNM വേണോ? ഒരു KJU വേണോ നമുക്ക്? ഈ ചെങ്ങായിയുടെ ആഗ്രഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ പറഞ്ഞു? നിങ്ങൾക്ക് ഈ തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശം പുറത്താക്കിയാൽ അത് വിശ്വസിച്ചില്ലേ? പണ്ഡിതനല്ലാത്ത ഈ ജാതി ചെങ്ങായിയുടെ വാക്ക് കേട്ട് പണ്ഡിതന്മാർ വിശ്വസിച്ചില്ലേ? എന്ത് പുറത്താക്കിയാലേ നമുക്ക് തൗഹീദ് പറയാൻ കഴിയും? ആരായിരിക്കും അൽഹംദുലില്ലാ പറഞ്ഞത്? സ്വലാഹി പുറത്തായി എന്ന് കേട്ടപ്പോ ആരാ അൽഹംദുലില്ലാ? കാരണം അയാളുടെ പ്രസംഗത്തിന്റെ റിസൾട്ട് ഉണ്ടായി. ഞങ്ങൾ വല്ലാണ്ട് വാക്കല്ലേ, ഞങ്ങൾ പുറത്താക്കി തരാം.
എന്ന് പറയുന്ന ഒരു വിധേയത്വം ഒരു വിഡ്ഢിയുടെ മുമ്പിൽ തലകുണിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം ഈ കോക്കസ് ഉണ്ടാക്കി. നിങ്ങൾ അറിയണ്ടേ ഇത്? നിങ്ങൾ അറിയണ്ടേ ഇത്? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇത് ശരിക്കും പഠിക്കണ്ടേ? അപ്പൊ ഇവിടെ ആരാ വിജയിക്കുന്നത്? ആരാണ് വിജയിക്കുന്നത്? ആരാ ഇവിടെ വിജയിക്കുന്നത്? ശത്രുക്കൾ റിക്രൂട്ട് ചെയ്ത ഈ വിഭാഗം ആളുകൾ, ഹദീസ് നിഷേധികൾ. ഒരു കാര്യങ്ങൾ അറിയണം, ഹദീസിനെ നിഷേധിക്കുന്നത് മറച്ചു വെക്കാനാണ് ഈ പുകമറ. അതറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയോ? ഇവരുടെ കൂട്ടത്തിൽ ഞാൻ പല ക്ലിപ്പിംഗ് ഇടുന്ന സമയത്ത് പറയാം, ആ ആളുകളൊക്കെ അറിയോ? ആസ്ഥാന ദായിമാരായി നിൽക്കുന്നവർ ബുഖാരിയെ വെറുത്തവരാണവർ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ വെറുത്തവരാണ്, സ്വഹാബത്തിനെ വെറുത്തവരാണ്, അവരുടെ പ്രസംഗങ്ങളിലുടനീളം താടിക്കെതിരെ ആക്രോശിച്ചവരാണ്. എന്തിനധികം ഈ പുളിക്കൽ നടന്ന ഒരു മുസ്ലിയാരിയുടെ ഖണ്ഡനത്തിൽ, ആ ഖണ്ഡനത്തിൽ നിങ്ങൾക്കറിയില്ലേ, ഇപ്പൊ മുക്കൂട്ടിലെ ഒരു മുസ്ലിയാർ ഉണ്ടല്ലോ, അയാൾ അവിടെ വന്നിട്ട് താടിക്കെതിരെ ആക്രോശിച്ചു. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ, തഖ്വയിൽ അധിഷ്ഠിതമായ പ്രസംഗത്തിനെതിരെ. എന്തേ കാരണം? ആരേത് കോലത്ത് പോയാലും താടിക്കെതിരെ. അത്ഭുതത്തോടുകൂടി എന്തായാലും താടിക്ക് ഒരു തട്ടു കൊടുത്തു. താടിക്ക് തട്ടുന്ന സുന്നത്തിന് എന്തുണ്ടെങ്കിൽ ഇത് സുല്ലമീന്റെ കിതാബാണ്. ഇതൊക്കെ സത്യത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ എങ്ങനെ തുടങ്ങും? മനസ്സിലായോ? ഈ സാധനം അത്ഭുതമാണ് എനിക്ക്. ഇയാള് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയ്ക്ക് താടി വെച്ചോലോ ഒരൊറ്റ തട്ട്. ഇത് കേട്ടോ, ഈ ജിന്ന്, പിശാച്, സീറ്, വിശ്വാസവും അന്ധവിശ്വാസവും എന്നുള്ള സുല്ലമീന്റെ കിതാബ്, ആ കിതാബിൽ ഒരു ഭാഗം എന്തിനാ ഇയാൾ ഇവിടെ പറഞ്ഞേ, എന്തിനാ താടിയുള്ളവന്റെ വെക്കിട്ട് കയറി എന്ന് പറയുമ്പോ അത് പലരും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. താടിയെ സ്നേഹിക്കേണ്ടവർ, താടി പ്രവാചകന്റെ സുന്നത്താണെന്ന് പറയേണ്ടവർ, അത് വെച്ചവരോട് പറയാൻ ഒരു കാര്യവും ഇല്ല. നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളുടെ ഈമാൻ തീരുമാനിക്കേണ്ടവർ നിങ്ങളാണോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലും ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കപ്പെടുന്നിടത്തും താടി വെച്ചോലൊക്കെ ഭീകരവാദികളും തെമ്മാടികളുമാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നിടത്തും ഞങ്ങൾ പ്രവാചകന്റെ സുന്നത്തെടുത്തതിന് കാര്യമില്ലെന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങളാണോ പ്രതിഫലം നൽകുന്നത്? എന്നിട്ട് ഈ മൊല്ലുണ്ടല്ലോ, ഈ സുല്ലം, നിങ്ങൾ കേട്ടോളൂ, എന്തിനാ ഇയാളത് ഇവിടെ പറഞ്ഞു? ഞാൻ ഒരു ഭാഗം വായിച്ചു കേൾപ്പിച്ചു രംഗക്ക്. ശവത്തിന്റെ കൂടെ, ഇത് എന്താ അതിന്റെ ബന്ധം എന്ന് നിങ്ങൾക്ക് തിരിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ശവത്തിന്റെ കൂടെ മോർച്ചറിയിൽ കിടക്കുവാനും അർദ്ധരാത്രിയിൽ ശ്മശാനത്തിലൂടെ ഏകനായി നടക്കുവാനും പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പള്ളിയിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു താടിക്കാരന്റെ കൂടെ കിടന്നുറങ്ങാൻ ഭയമാണ്. പള്ളിയിൽ എനിക്ക് പരിചയമല്ലാത്തവന്റെ കൂടെ കിടക്കാൻ ഭയാണെന്ന് പറയേണ്ടതിന് വരെ എന്താ പറയുന്നത്? പള്ളി കിടക്കുന്ന താടിക്കാരന്റെ കൂടെ കിടക്കാൻ ഭയാണ്. എന്തിനാ താടിക്കാരൻ നെഞ്ഞത്ത് കയറിയേ? ഇത് പറയുന്നത് ഒരു പണ്ഡിതനാണ്. താടി വെച്ചവർ മോശക്കാരാണ്, പേടിക്കേണ്ടവരാണ് എന്നല്ലേ ഇത്? അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവരാർക്കെതിരാണ് പ്രിയപ്പെട്ടവരെ? അഹ്ലു സുഫത്ത് എന്ന് പറയുന്ന താടി വെച്ച, പരസ്പരം പരിചയമുള്ളവരും ഇല്ലാത്തവരും, എന്തിന് ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ മദീനയിലും മക്കയിലും പള്ളിയിലും പരിസരത്തും കിടന്നുറങ്ങുന്ന വിദേശിയായ പരിചയമില്ലാത്ത താടി നീട്ടിയ മനുഷ്യന്റെ കൂടെ കിടന്നുറങ്ങാൻ നമുക്ക് നിർഭയത്വമുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിചയമില്ലാത്തവന്റെ കൂടെ കിടക്കാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ പരിചയമില്ലാത്ത താടിക്കാരന്റെ കൂടെ, ഏക്കത്താടിക്കാരുടെ കൂടെ ഈ പറയുന്ന ആളുകൾ പ്രവാചകനെതിരാണ്, സുന്നത്തിനെതിരാണ്. അവർ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് വിരോധമുള്ള ജൂതലോബികളുടെ ശിങ്കിടികളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞ ഒരു ഉദാഹരണത്തിന് മനസ്സിലായില്ലേ? എവിടെ എത്തി നമ്മുടെ സമുദായം? എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമൂഹം? ഇത് നിങ്ങൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണങ്ങൾ കുറയ്ക്കും. സുന്നത്തിനെതിരാണിവർ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. എന്നിട്ടോ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാര് പറയാണ്? ഞാൻ നേരത്തെ കേൾപ്പിച്ച മൊല്ല പറയാൻ. അതുകൂടെ നിങ്ങൾ കേൾക്കിൻ. എന്നിട്ട് നിങ്ങൾ അറിയണം, മടവൂരികൾ എന്ത് പറഞ്ഞുവോ അതുപോലെ നമ്മുടെ ചില ലീഡർമാർ ഏറ്റുപറയുന്നു. ഇവിടെ ആര് വിജയിക്കുന്നു, ഇവിടെ ആര് പരാജയപ്പെടുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പിരിഞ്ഞു പോകണം. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി
മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിന് അപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടി? ആലോചിച്ചു നോക്ക്. മടവൂരികൾ കഴിഞ്ഞ 12 കൊല്ലം പറഞ്ഞു നോക്കി. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. ഒരു മനുഷ്യർ വിശ്വസിച്ചോ? ക്ലിക്ക് ചെയ്തോ? എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, അപകടകരമായ ഈ വാദത്തെ ശരിവെച്ചുകൊണ്ട് നമ്മൾ പ്രിയങ്കരനെന്ന് വിചാരിച്ച ഒരു നേതാവ് അലീമുല്ല പറഞ്ഞത് ശരിയാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് എന്ന് ആധികാരികമായി KJ-യുടെ വേദിയിൽ CD ടവറിൽ വെച്ച് പറഞ്ഞാൽ നാം എന്ത് മനസ്സിലാക്കണം? അലീമുല്ല പറയുന്നു എന്ത്? പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാ. എന്നിട്ടത് ക്ലിക്ക് ചെയ്യാതെ പോവുക. നമ്മുടെ പണ്ഡിതന്മാർ അതിനെ എതിർത്ത് പ്രസംഗിക്കുക. സ്ഥാപിക്കാൻ കഴിയാതെ ഒരു നെട്ടോട്ടമോടുക. അവസാനം പറയാണെന്ത്? നമ്മുടെ പ്രിയങ്കരനായ ഒരു നേതാവ് പറയാണ് അലി പറഞ്ഞത് ശരിയാണ്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ആ ഭാഗം കേൾക്കുമ്പോ കരഞ്ഞു പോകും. അതുകൊണ്ടാണ് നേതൃത്വത്തിനെതിരല്ല, നേതാക്കന്മാർക്കെതിരല്ല, അവരിൽ ചിലരുടെ പിടിപ്പ് കേടിനെതിരെ, അവർ ചെയ്തു കൂട്ടുന്ന ഈ നിലക്കുള്ള വൃത്തികെട്ട സമീപനങ്ങൾക്കെതിരെ നിങ്ങൾ ആ ഭാഗം കേട്ട് വേദനിക്കും, നിങ്ങൾ കരയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അലിമുല്ല പറഞ്ഞത് എന്താണ്? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ട്, പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നു, ഇല്ലാത്തത് അംഗീകരിച്ചു കൊടുക്കുന്നു, മടവൂരിസത്തിന്റെ ഈ ഭ്രാന്ത് അംഗീകരിച്ചു കൊടുക്കുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല, അവസാനിപ്പിക്കണം നമ്മളിവിടെ. എന്നാൽ മുജാഹിദിയുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നിങ്ങളിലേക്ക് കടന്നു വന്നോ? ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ചു. സഹോദരങ്ങളെ, നിസ്സാരമായ വാക്കാണോ ആ പറഞ്ഞത്? ഞാൻ നിങ്ങൾ ആ ക്ലിപ്പിംഗ് കേട്ടല്ലോ. ഇൻഷാ അല്ലാഹ് ആവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവർത്തിക്കാം. എന്താ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. ഞാൻ ചോദിക്കുന്നു വിനീതമായി, എന്ത് ചർച്ച നടന്നു? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? ഒന്ന്, ആര് തമ്മിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? എവിടെ വെച്ചാണ് ഈ ചർച്ച നടന്നത്? ജംഇയ്യത്തുൽ ഉലമയുടെ ബോഡിയിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് ഹാജരായ പണ്ഡിതന്മാരുടെ പേരേത്? എന്റെ ബഹുമാന പണ്ഡിത കേസരി നേതൃത്വം നൽകുന്ന മഹാനവറുകളെ, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചിനോട് ചോദിക്ക്, ആരാണ് അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഈ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച ഉണ്ടായോ? പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഉണ്ടായത്? ആരാണ് പറഞ്ഞത്? ആർക്കെതിരാണ് നിങ്ങൾ പ്രതികരിച്ചത്? പടച്ചോനെ ഓർക്കാൻ, അലം യഅലം ബിഅന്നല്ലാഹ യറാ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഓർക്കണ്ടേ, എന്താ വാക്ക്? തൗഹീദിന് വേണ്ടി പോരാടുന്ന പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വത്തും വീടും നാടും ഉപേക്ഷിച്ചു പോകുന്ന മുജാഹിദുകൾക്ക് നേരെ അക്രമികളല്ല പറയുന്നത്. നമ്മെ നയിച്ച, നമ്മെ സ്നേഹിക്കേണ്ട നമ്മുടെ നേതാവ് അവസാനിപ്പിക്കണമെന്ന്, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു ചർച്ച ഉണ്ടെങ്കിലല്ലേ അവസാനിപ്പിക്കേണ്ടത്. അത് തുടങ്ങിയോ? എവിടെ തുടങ്ങി? ഇതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? 2 ക്ലിപ്പിംഗ് ആട്ടത് ഒരേ സമയത്ത് 2 എണ്ണം. നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്?
നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ആലോചിക്കണം. ഇനിയോ ഈ ആരോപണം കരിമ്പിലാക്കൽ പറഞ്ഞു, അത് നമ്മുടെ നേതാക്കന്മാർ അതുപോലെ പറഞ്ഞാൽ അപാകത ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ? അവര് പറഞ്ഞതായിരുന്നു ഇത്രയും കാലം ശരിയെന്നാണോ? 12 കൊല്ലത്തെ അവരുടെ വാദമുഖങ്ങളെ KJU ഖണ്ഡിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? KNM ഖണ്ഡിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? സ്റ്റേജ് കെട്ടിയത് എന്തിന്റെ പേരിലായിരുന്നു? ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറയാനാണോ KJU 10 കൊല്ലം പരിശ്രമിച്ചത് എന്ന് ലോകത്തോട് പറയാൻ ഈമാനുള്ള ഞങ്ങൾക്ക് മടിയുണ്ട് മനുഷ്യരെ. ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് മടിയുണ്ട്. പിന്നെയോ കാന്തപുരവും പറഞ്ഞു, ജിന്നിനോട് തേടേന്ന് നമ്മൾ പറഞ്ഞു. എന്നാലോ അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടിക്കൂടാ എന്ന് പറഞ്ഞു. ഉണ്ടോ? ആ ഭാഗം നിങ്ങൾ കേട്ടു നോക്ക്. എല്ലാവരും നമുക്കെതിരെ കുരച്ചു ചാടുന്നവരോട് നിങ്ങൾക്ക് നീതിബോധമുണ്ടോ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്നറിയോ? നിങ്ങൾ പറയുന്ന വാക്ക് നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. എവിടെ നീതി? ആ ഭാഗം കേട്ടോളൂ. വേറെ കൂട്ടർ ജിന്നുണ്ട്. മനുഷ്യനെ വിളിച്ചാൽ ചെറുക്ക്, ജിന്നിനെ വിളിച്ചാൽ ചെറുക്കില്ല. ഇതെന്ത് വിഡിത്തമാണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുസ്ലിക്കാക്കുന്നവർ, ജിന്നാണെങ്കിൽ അത് ശിർക്കല്ല എന്നും മനുഷ്യനാണെങ്കിൽ ശിർക്കാണെന്നും ഇതെവിടുന്ന് വന്നു? എവിടെയാണ് ഈ വ്യത്യാസം? അവർ പറയേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മടവൂരികൾ പറഞ്ഞ അതേ കാര്യം, അതേ തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ നേതാക്കന്മാർ ഏറ്റെടുത്തു. അത് തന്നെ കാന്തപുരവും ധരിച്ചു. ജിന്നിനോട് തേടാം, അമ്പിയാക്കളോട് തേടിക്കൂടാ എന്നൊരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആർക്കുമില്ല കൂട്ടരെ, ആർക്കുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ജിന്നിനോട് തേടാം എന്ന വാദം ഇവിടെ ആർക്കുമില്ല എന്ന വസ്തുത നിങ്ങൾ ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. ജിന്നിനോട് തേടാൽ കുഴപ്പമില്ല എന്ന വാദം മുജാഹിദുകൾക്കില്ല. മലക്കിനോട് തേടാം എന്ന വാദം മുജാഹിദുകൾക്കില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നിനോട് തേടാം എന്ന വാദം നമുക്കില്ല. ആരോപണമാണ്, നമ്മൾ സഹിക്കുകയാണ്. അതിന്റെ പേരിൽ നമുക്ക് പുണ്യമുണ്ട്. നമ്മളിൽ ഒരാളെയും അതിന് ഞങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് ജിന്നിനോട് തേടുന്ന ഒരാളെയും ഇന്നുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾ വളരെയേറെ ചിന്തിക്കേണ്ട പോയിന്റാണ്. തലശ്ശേരിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ നിങ്ങൾ ഈ കണ്ട, നേരത്തെ ഞാൻ കാണിച്ച കാന്തപുരമല്ല, അതിനു മുമ്പ് കാണിച്ച നമ്മുടെ നേതാവുണ്ടല്ലോ, അദ്ദേഹം വീണ്ടും പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾ പടച്ചോനെ പേടിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് പഠിക്കാതെ മനസ്സിലാക്കാതെ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളീൻ, എല്ലാ മുസ്ലിങ്ങളും പഠിച്ചു വെച്ചോളൂ. 49-ാം അധ്യായം 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഒരു അധർമ്മകാരി ഒരു വാർത്തയുമായി വന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടല്ലാതെ അത് മനസ്സിലാക്കിയിട്ടല്ലാതെ ചോദിച്ചുകൂടായിരുന്നോ? ഞങ്ങളോട് അന്വേഷിച്ചുകൂടായിരുന്നുവോ? ജിന്നിനോട് വിജനമായ പ്രദേശത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിനെ വിട്ട് ജിന്നിനോട് തേടാമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് നുണ പറയുന്നത് ആരാ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ കേട്ടു നോക്കൂ, ആരാന്ന്? മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും
എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? സഹോദരങ്ങളെ, 6 മാസം മൂലക്ക് ഇരുത്തിയിട്ടാ ചോദിക്കണേ വിശ്രമിച്ചൂടെ? എവിടെയേ വരും? 6 മാസം ഏത് റമദാന്റെ ക്ലാസ് പോലെ എടുക്കരുത്. എനിക്കിപ്പൊ തോന്നുന്ന ചില തോന്നലെന്ന് അറിയോ? കേന്ദ്രമിന്റെ പള്ളിയിൽ നിസ്കരിക്കരുത് എന്ന് സർക്കുലർ ഇറങ്ങിയാൽ അത്ഭുതപ്പെടാനൊന്നും. മാത്രമല്ല, സലാം പറയല്ലേ, മിണ്ടല്ലേ, പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കല്ലേ എന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ജാതിയാ പോക്ക്. കാരണം ഇതൊന്നും മഹാനേതാക്കന്മാരൊന്നും അറിഞ്ഞിട്ടല്ല. ആളുകളെ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ആളുകളെ, എന്താ അവിടെ പറഞ്ഞത്? വിജനമായ മരുഭൂമിയിൽ ആരും സഹായിക്കാൻ ഇല്ലാത്തിടത്ത് ജിന്നിനോട് തേടാം, അത് കുഴപ്പമില്ല എന്ന് ആര് പറഞ്ഞു? കാടടയ്ക്ക് വെടിവെച്ചാൽ പോലെ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. നുണയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളോട്. സൂറത്ത് തൗബ വായിക്കോ നിങ്ങള്. സൂറത്ത് തൗബയുടെ 119-ാമത്തെ വചനം ഇന്ന് പോയി വായിക്കോ. ആ വായിച്ചിട്ടതനുസരിച്ച് ജീവിക്കോ. ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരും. അഥവാ ഞങ്ങളുടെ വലിപ്പച്ചെറുപ്പം കൊണ്ടല്ല, ഞങ്ങൾ പറയുന്നതിനൊരു ഹക്കുണ്ട്, ഒരു യാഥാർത്ഥ്യം. എന്താ സൂറത്ത് തൗബയിൽ എന്താ വചനം? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സത്യവിശ്വാസിയാണോ നീ? എന്നാ നിന്നോട് എനിക്ക് പറയാണ്ട്, നീ തഖ്വ സൂക്ഷിക്കണം. എന്നിട്ടോ വകൂനൂ, നീ ആയിത്തീരണം മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം. എന്ത് 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 പറയുന്നവരോടൊപ്പം? നീ സത്യം പറയണമെന്നല്ല, നീ സത്യം പറഞ്ഞ് ജീവിച്ചോ എന്നുമല്ല, നീ സത്യമേ പറയാവൂ, സത്യത്തിന് വേണ്ടിയേ ജീവിക്കാവൂ. പക്ഷെ ഒന്നുകൂടിയുണ്ട്, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നത്. ജിന്നിനോട് വിജനമായ മരുഭൂമിയിൽ വെച്ച് തേടാമെന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അത് നുണയാണ്. ഈ നുണയൻ ടീമിന്റെ കൂടെ നിൽക്കണോ? അതാണോ അല്ല നമ്മളോട് പറഞ്ഞത്? നിങ്ങൾക്ക് നട്ടല്ലില്ലേ? നിങ്ങൾക്ക് ആദർശബോധമില്ലേ? നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് ബോധമില്ലേ? ആ ബോധമുള്ളവരെ 3 നുണയല്ലേ? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് ഇവിടെ പറഞ്ഞത് നുണയല്ലേ? മാത്രമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാബൽസ് എന്ന് പറയുന്ന പ്രദേശം ഇബ്നു അറബി ഉദ്ധരിക്കാൻ തഫ്സീർ ഖുർതുബിയിൽ നാബൽസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, നമ്രൂദിന്റെ ആളുകൾ വലിച്ചെറിഞ്ഞപ്പോ, അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടവനാണല്ലോ ജിന്ന്. ആ ജിന്നിനെ ഇബ്രാഹിം നബി വിളിച്ചുവോ? ഇല്ല എന്ന് നമുക്കറിയാം. ആരും അത് പറയുന്നില്ലെന്ന് നമുക്കറിയാം. അനാവശ്യ ചോദ്യങ്ങൾ ഉണ്ടാക്കി ആ ചോദ്യങ്ങളിൽ അഭിരമിക്കുന്നവരോട് കസ്റത്ത് സുവാലിനെ കുറിച്ച് ദൗനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബലകും കസ്റത്ത് സുവാലിഹിം വഖ്തിലാഫുഹും അന്നബിയാഇ വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു ബിഹി മസ്തതതു. കിതാബുകളുടെ കൂമ്പാരത്തിന് മുമ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല. വായിച്ചതും പഠിച്ചതും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. അങ്ങനെ വൽക്കരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ നുണ ഇബ്രാഹിം നബി അവിടെ പറഞ്ഞ എന്താണ്? എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് അലൈസല്ലാഹു ബികാഫിൻ നബ്ദഹു. ഇത് ഇപ്പളാ ഓതുന്നത്. യാക നഅബുദു ഇപ്പളാ പഠിച്ചു. ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയോ? യാ ഇബാദല്ലാഹി ശിർക്കില്ല എന്ന് വിശദീകരിച്ച് കുറേ നടന്ന് ഒരുപാട് കാലം നടന്ന് ആ കാലഘട്ടത്തിൽ ഫാത്തിഹ അറിയാണ്ടാടുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്തതുവും പഠിക്കാതെ ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരായത് ആണോ? പ്രസക്തമാണ് ആ ചോദ്യം. ഇയ്യാക നഅബുദു ഓതുന്നത് കഴിഞ്ഞ 2009 ജിദ്ദ പോയിട്ട് 20 മിനിറ്റ് വിശദീകരിച്ച് ആണോ? മണ്ടിരുവോന്ന് ഇതൊന്നും പഠിക്കാതെയാണോ വായക്കാട്ട് വയലെറിയാൻ പോയത്? ആണോ? ഒരു മുജാഹിദ് ജനിച്ചു വീണുമ്പോ കേൾക്കുന്നല്ലേ ഇയ്യാക നഅബുദു? ഇപ്പഴാ പഠിക്കണേ. ഞാൻ എന്റെ ചോദ്യം, ഒരു മുസ്ലിയാരുണ്ടല്ലോ ഈ കൂട്ടത്തിലെ, ആ മുസ്ലിയാര് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഇയ്യാക നഅബുദു കേട്ട് വന്ന് ഇവരുടെ മുൻകാല പ്രസംഗങ്ങൾ അന്ന് ഇവർക്ക് ഇന്തദൂ അറിയാം. അതറിഞ്ഞിട്ടും ഇവര് യാ ഇബാദല്ലാഹി ശിർക്കില്ല വിശദീകരിച്ചില്ലേ? വഞ്ചനയല്ലേ ഇത്? ചതിയല്ലേ ഇത്? ആളുകളോട് കാണിക്കുന്ന ചപ്പടാച്ചിയല്ലേ ഇത്? ആളുകളെ ചതിക്കല്ലേ ഇത്? എങ്ങനെ സാധിക്കും? ഒരു ഈമാനുള്ളവന് കഴിയുമോ? നിഫാഖുള്ളവർക്കല്ലാതെ ആർക്കത് സാധിക്കുക? എന്നിട്ട് നമ്മളെ പേടിപ്പിക്കപ്പോ
നമ്മളെ പഠിപ്പിക്കാണ്. നിങ്ങൾ ശിർക്കിലേക്കായി പോയിട്ടുണ്ട്. ജനങ്ങളെ അതുണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി കേട്ടോ, രാത്രിയുടെ ഇരുട്ട് ഒരു ഇരുട്ടാണ്. കാർമേഘമാവൃതമാകുമ്പോഴുള്ള ഇരുട്ട് രണ്ടാമത്തെ ഇരുട്ടാണ്. സാഗരങ്ങളിൽ തിരമാലകൾ തീർക്കുന്ന ആ ബാഹ്യ ഇരുട്ട് മൂന്നാമത്തെ ഇരുട്ടാണ്. ആഴക്കടലിന്റെ ഇരുട്ട് അത് നാലാമത്തെ ഇരുട്ടാണ്. മത്സ്യത്തിന്റെ വയറ് അത് അഞ്ചാമത്തെ ഇരുട്ടാണ്. അഞ്ചിരുട്ടറകൾക്കുള്ളിൽ പൂർണ്ണമായ വിജനതയിൽ ആരോരുമില്ലാത്ത ഘട്ടത്തിൽ യൂനുസ് നബി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചവരാ നമ്മൾ. മരുഭൂമി നേടാൻ മുജാഹിദുകൾ ഇല്ല, പറഞ്ഞിട്ടില്ല. നുണയാണത്, നുണപ്രചരണമാണ്. ആ പ്രചരണത്തെ കേട്ട് നുണ വിശ്വസിക്കാൻ നിങ്ങളോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ല ഇല്ല. ഇനി കേട്ടോളി, കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കണം. സലാം സുല്ലമി 2007 സംഭവം കേട്ടോളി. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പോലെ പിശാചിനെ ഭയപ്പെടുന്നവരാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അയാൾ പ്രസംഗിച്ചു.